ഈ പ്രാവശ്യം ചിലയിടങ്ങളിലെ കൺവെൻഷന് ദൈവമക്കൾ ക്ഷണിച്ചു. യാത്രയ്ക്ക് അല്പ തടസ്സം പ്രാരംഭത്തിൽ ഉണ്ടായെങ്കിലും അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ വീണ്ടും വരുവാൻ ദൈവം അവസരം നൽകി. മാറ്റിവെച്ച കൺവെൻഷനുകൾ ഞാൻ തന്നെ ദൈവവചനം സംസാരിക്കണമെന്ന് വിളിച്ചവർക്ക് അതിയായ താല്പര്യമുള്ളത് കൊണ്ട് ഡേറ്റ് പിന്നെയും ചേഞ്ച് ആക്കി. അതിലൊരു കൺവെൻഷൻ കഴിഞ്ഞു. ഇനി ഒരു കൺവെൻഷൻ കൂടെ ഉണ്ട്. വേറെയും ചില യോഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ പലയിടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഈ പല പരിമിതികളുണ്ട്. വിശേഷിച്ച് ഭാഷാജ്ഞാനമില്ല. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡില്ല. നിങ്ങളുടെ ഭാഷ നല്ല പെന്തിക്കോസിലെ മൊത്തം അഭിപ്രായമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ട് ആരെയെങ്കിലും കൂട്ടുപിടിച്ച ഈ ശുശ്രൂഷയ്ക്കൊക്കെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും പോകും. നാട്ടിലാണെങ്കിൽ 5-6 പേര് കാണും വണ്ടിക്കകത്ത്. മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോഴും പല പരിമിതികളുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വേണം. ഇതുവരെ ദൈവം അങ്ങനെ സഹായിച്ചു. ഈ പ്രാവശ്യം പ്രാരംഭത്തിലൊരു ഫാമിലിയായിട്ടാണ് വരാൻ ഉദ്ദേശിച്ചത്. അത് നടന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഷമീർ പാസ്റ്റർ അമേരിക്കയ്ക്ക് വരുന്നെന്ന് നേരത്തെ എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിരന്തരം കൺവെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡേറ്റിൽ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് എനിക്ക് യാത്ര തടസ്സപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. എനിക്ക് പോകാനൊത്തില്ല എന്നാ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കൊരു സഹായത്തിന് കൂടെ ഒരു ആളുള്ളത് നല്ലതാണ്. അപ്പം ഞാനെടുത്ത ആ ഫ്ലൈറ്റിന് നിങ്ങളും വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ടിക്കറ്റ് എടുത്തു പോയി. ഞാൻ പറഞ്ഞു അതങ്ങ് ക്യാൻസൽ ചെയ്തേച്ച് ഇതിനെ എടുക്കേ. അങ്ങനെ അദ്ദേഹം നല്ല മനസ്സോടെ അത് ക്യാൻസൽ ചെയ്തു. ഞാൻ എടുത്ത ടിക്കറ്റിൽ ആ ഫ്ലൈറ്റിന് അദ്ദേഹം വീണ്ടും ടിക്കറ്റ് എടുത്ത് എനിക്ക് വളരെ ആശ്വാസമായിരുന്നു അദ്ദേഹം യാത്രയിലുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ രാജ്യത്ത് വരുവാനിടയായി. അദ്ദേഹം ന്യൂയോർക്കിനപ്പുറം കണക്റ്റിക്കട്ടിൽ പോയി. ഞാൻ ന്യൂയോർക്കിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇല്ലേ, ഈ പല ചിന്തകളാണ് എല്ലാവർക്കും. അതിന് ക്ലിയർ ആക്കുക. മനുഷ്യനെല്ലാം ഈ കുരുക്ക് ചിന്തയാണ്. അപ്പം ഞാൻ ഈ ഒട്ടൊക്കലോഹമായിലോട്ട് വരണം. അപ്പോൾ അതും എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്ര ബുദ്ധിമുട്ടാണ്. വേറെ ഒരു സഹോദരൻ വന്ന് എന്നെ ഇഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അവിടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവരണം, പിന്നെ അദ്ദേഹം തിരിച്ചു പോകണം. അപ്പം ഞാനിങ്ങനെ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു. കൂടെ ഒരാളുണ്ടായിരുന്നത് നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു വേണ്ടപ്പെട്ട മാന്യ സഹോദരൻ ഷൗമേൽ ബ്രദർ, അദ്ദേഹവും ഷമീർ പാസ്റ്ററുമായിട്ട് വളരെ അടുപ്പവും ആത്മീക ബന്ധവും. അപ്പം അതും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഷമീർ പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴാണ് വരുന്നത്. ഇന്നതാ കാര്യം. അപ്പം പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ചു. എന്നാൽ വീണ്ടും നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വരുവാനിടയായി. ഇന്നലെ പകലും യോഗം ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ. അതുകൊണ്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് ബുക്ക് ചെയ്തത്. അദ്ദേഹം കണക്റ്റിക്കട്ടിൽ നിന്ന് ന്യൂയോർക്കിൽ എയർപോർട്ടോട് വരുന്നത് ഞാനും വരുന്നു. അടുക്കാറായപ്പം പറഞ്ഞു ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാക്കി. ഒരു ഫ്ലൈറ്റില്ല, കാറ്റും മഴയൊക്കെയാണ്. അയ്യോ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഒറ്റ ദിവസത്തെ കൺവെൻഷൻ വളരെ സമയമില്ലാത്ത നേരത്ത് വന്നപ്പോൾ പുള്ളി എസ്കേപ്പറ്റ കാർഡിൻ്റെ യാത്രാവിവരണം പോലെ അല്ല അറിഞ്ഞിരിക്കുന്ന നല്ലത്. അതിനാ ചോദിച്ചാൽ നമുക്ക് 8:30 വരെയല്ലോ. അത് എത്ര 8:45. 8:45 നിർത്താം. ഈ നന്നാകുന്നവരോട് അധികം പറയണ്ട. അപ്പം അങ്ങനെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാക്കി. എയർപോർട്ടിൽ വളരെ ഭാരത്തോടെ നിന്ന് കൺവെൻഷനെ സംബന്ധിക്കണം. വലിയ ബുദ്ധിമുട്ടായി. എന്നാലും ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ ചെന്ന് വരാൻ നോക്കി. എല്ലാം ഒറ്റ ഫ്ലൈറ്റും ഇല്ല. അവിടെ കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അവസാനം ഒരു ഫ്ലൈറ്റ് പോരുന്നെന്ന് പറഞ്ഞപ്പോൾ ചെന്നപ്പോൾ ടിക്കറ്റ് ഒന്നുമില്ല. പിന്നുള്ളവരെയൊക്കെ വേറെ സ്ഥലത്ത് ഇറക്കി കയറ്റിയൊക്കെയാണ് വിടുന്നത്. എനിക്കാണ് വലിയ ബുദ്ധിമുട്ടും. ചുരുക്കി പറഞ്ഞാൽ കൂടെ വിടാൻ വന്നവരും പ്രയാസപ്പെട്ടു. ഞാൻ സാവുചാനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഹ്യൂസ്റ്റണിലോട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട്, അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ഒക്കലോകമായി അങ്ങനെ വരാൻ പറഞ്ഞു. പുള്ളിയും പ്രയാസപ്പെട്ടിരിക്കുകയായി വരാൻ. ഹ്യൂസ്റ്റണിലോട്ട് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഹ്യൂസ്റ്റണിൽ നിന്ന് ഒക്കലോകമേക്കുള്ളത് ക്യാൻസലാക്കി. ഒത്തിരി സ്ഥലത്ത് ഒത്തിരി നോക്കി അവർ, എനിക്കെല്ലാം അറിയത്തില്ല, അവരെല്ലാം ബന്ധപ്പെട്ട് നോക്കി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, ഇവിടെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഉള്ള വഴി തുറക്കണം. അപ്പം പിന്നീട് അവർ ചുമതലക്കാർ പറഞ്ഞു, രാവിലെ വാ, അപ്പോൾ ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആട്ടെ, തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങി. അപ്പം പിറ്റേത്തുള്ള കാര്യങ്ങളും ചിന്തിച്ചു, വളരെ ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചു. ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷൊന്നും ശരിക്കും അറിയത്തില്ല, എന്നാലും ഞാനിങ്ങനെ നോക്കി ഈ ചാർട്ടിട്ട്. അപ്പം നോക്കിയപ്പം ഇവരെല്ലാം അപ്പുറം ഇരിക്കുക. ഞാൻ ചുമ്മാ നടന്ന് എന്ന് നോക്കിയപ്പം എന്തോ ഫ്ലൈറ്റിൻ്റെ പേരും പറഞ്ഞത് എന്തോ വെസ്റ്റ് എന്തോ സൗത്ത് എന്തേലും ആട്ടെ, മനസ്സിലായല്ലോ. അപ്പോൾ അത് സൗത്ത് വെസ്റ്റ് ഡാളസ് 10:30. അപ്പോൾ ഞാനത് നോക്കി വെച്ചാൽ തിരിച്ചു വന്ന് പറഞ്ഞു, ഞാനൊരു ഫ്ലൈറ്റ് പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ചോദിച്ചതാ, സീറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ഇല്ല, അത് ചോദിച്ചു, സീറ്റില്ല, എല്ലാം ഫുള്ളായി. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകൂടെ ചെന്നൊന്ന് ചോദിക്കും. പുള്ളിക്ക് മനസ്സില്ല, എന്നാലും ഞാൻ കൈക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അവിടെ ഇരുന്ന ലേഡിയാണ് ചോദിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ചെന്ന് ചോദിച്ചു, ഇനി എമർജൻസിയാണ്, ഡാളസിലോട്ട് പോകണം, ഇങ്ങോട്ടില്ലല്ലോ ഡയറക്റ്റ്. പുള്ളിക്കാർ പറഞ്ഞു, കൈ കാണിച്ച് വെച്ച് പറഞ്ഞു, നല്ല അടിച്ചു നോക്കി വെച്ച് പറഞ്ഞു, 2 ടിക്കറ്റ് ഉണ്ടെന്ന്. 2 എണ്ണം. അത് ഏറ്റവും പുറകില്ല. ഞാൻ ചിന്തിച്ച് പുറകിലാന്നേലും വാലിനകത്താന്നേലും എങ്ങനെയും ഇവിടെ വന്ന് പറ്റണമല്ലോ. ആ 2 ടിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. പിന്നെ അത് 8 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്, അവരത് താമസിപ്പിച്ചത് കൊണ്ടാണ് 10:39 എന്തായാലും ദൈവകൃപയാൽ കയറി ഡാളസിൽ വന്നു. അവിടെ നിന്ന് വേറൊരു മാന്യ സഹോദരൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് ഷൊമലിച്ചാൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രി ഇവിടെ വന്നത്. ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ചയിൽ ഇവിടെ 1-2 ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാനും ഒക്കെ അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ഹ്യൂസ്റ്റണിൽ 1-2 മീറ്റിംഗ് ഉണ്ട്. ശേഷമായിട്ട് വേറെ ചില സ്ഥലത്തുണ്ട്. ഒടുവിൽ ന്യൂയോർക്കിൽ 1-2 കൺവെൻഷനുമുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോകും. എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, മറ്റ് വിചാരങ്ങളൊന്നും ഇനി ഉണ്ടാകരുത്. എങ്ങനെ, എന്തുവാ, എവിടാ, എപ്പിടിയാന്നൊന്നും ചിന്തിക്കരുത്. അതിനെ ക്ലിയറായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഒരു പണിയില്ലാതിരിക്കുന്ന കുറേ എണ്ണം കൊണ്ട് ഇനിയും കട്ട് ചെയ്ത് ഇടുകയും ചെയ്യും. അതിടട്ടെ. എൻ്റെ ഒരു പ്രകൃതി, ഞാനൊന്നിനും മറുപടി പറയത്തില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ കൂടെയുള്ളവരോട് എല്ലാം പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൾ വേറൊന്നും പറയരുത്. ഇതെല്ലാം ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു. ഒന്ന്, നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. 2, എന്നെ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. 3, നമ്മളെ അടുത്ത് ഇടപെടുന്നവർക്കറിയാം നമ്മൾ ആരാന്ന്. ദൈവത്തിന് മഹത്വം. എന്നോട് അടുത്തിടപെടുന്നവരോട് ചോദിക്കണം. ജോയ് തോമസുമായിട്ട് 10-25 അവിടെ മണക്കാല ഇരിക്കുമ്പോഴല്ലയോ നമ്മൾ ആദ്യം കാണുന്ന തെങ്ങപ്പള്ളി ശൗമേല സാറിൻ്റെ വീട്ടിൽ വെച്ച. അന്ന് പുള്ളി സങ്കീർത്തനത്തിൽ നിന്നൊരു മെസ്സേജ് പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആദ്യം കാണുന്നത് അന്ന് മുതലുള്ള ആത്മീക ബന്ധമാണ് ദൈവകൃപയാൽ. കൂടത്തിലെ ബിജു ബ്രദർ വീട്ടിലിപ്പുണ്ട്. കാനഡ ചെല്ലുമ്പോഴല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെങ്ങള് കാവാലത്ത് ഞങ്ങളുടെ അയൽവക്കം അറക്കലെ അനിയച്ചാനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ വീടുമൊക്കെ ആയിട്ട് വളരെ
അയൽവക്കമാണ് ഞങ്ങൾ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരുണ്ട്. ബഹുമാനപ്പെട്ട ഷിബു തോമസ് അവർകൾ, ഷിബു തോമസ് പാസ്റ്ററല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ശ്രേഷ്ഠ ദൈവവൃത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അത് നമ്മുടെ ജോസാൻ്റെ ഏട്ടനാണോ ഇപ്പോൾ ഇരിക്കുന്നത്? കൈവക്കും. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും പേരെടുത്ത് പറയേണ്ടി വരും. ഇപ്പം അരി എല്ലാം വെന്തോന്ന് ഞാൻ കണ്ടു, ഒന്നങ്ങ് ഞെക്കുക. ഇനി ബാക്കി ഞാൻ ഈ അടുത്ത കാലത്ത് കൺവെൻഷനെ പ്രസംഗിച്ചപ്പോൾ ബഹുമാന്യ ദൈവദാസിമാരെയൊക്കെ ഒന്ന് പരാമർശിച്ച് സന്ദർഭം വന്നപ്പം കാനൻ ലീലാമ്മ, അങ്ങടെ തങ്കമ്മ, ഭൂതക്കുടി തങ്കമ്മ, ആ ഏരിയയിലുള്ള ഇങ്ങനെ പലരുടെയും കാര്യം പറഞ്ഞവരൊക്കെ ശുശ്രൂഷയിൽ ആത്മാക്കളെ നേടിയ കാര്യം പറഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞ് വന്നപ്പം വേറൊരു സഹോദരി വന്ന് ചോദിച്ചു, എൻ്റെ അമ്മയുടെ പേരെന്നാ പറയാഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തില്ല. അല്ലേലും എനിക്കറിയാം. പിന്നെ അതിനടുത്ത് പിറ്റേ ആഴ്ച കൺവെൻഷൻ ആദ്യം പുള്ളിക്കാരുടെ പേര് പറഞ്ഞു. പിന്നെ യോഗം കഴിഞ്ഞ പറഞ്ഞു, ഇന്ന് ഞാൻ കേട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ യോഗം കഴിഞ്ഞ വന്ന് ചോദിക്കരുത് ഞങ്ങളുടെ പേരെന്നാ പറയാഞ്ഞെന്ന്. അടുത്ത യോഗത്തിന് പറയാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലത്ത് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച സഹോദരന്മാർക്കും സഭയ്ക്കും, ഈ മാന്യ സഭയ്ക്കും, ഇവിടെയുള്ള എല്ലാ സഭകൾക്കും കർത്തൃദാസന്മാർക്കും നന്ദിയും ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൃത്യസമയത്ത് ഏൽപ്പിച്ച ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് സ്വോത്രകാഴ്ച ഉണ്ടോ? എടുത്തു. എപ്പോഴോ? ഇടയ്ക്ക് ഇടയ്ക്കെടുക്കും. ഇന്ന് രാത്രിയിലെ സന്ധ്യയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് ഏവർക്കും വളരെ പരിചിതമായൊരു തിരുവെടുത്താണ് വായിച്ചത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി ബീജാനാണ് വായിക്കുന്നത്. വായിച്ചു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഒറ്റ വാക്യം പറയാം, ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ എപ്പോഴും പറയും, പ്രിയരെ, ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഓടിച്ച് പറയാം. ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് പ്രയാസമായിട്ടും ദുഃഖമായിട്ടും മനോദുഃഖമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒടുവിൽ അത് അനുഗ്രഹമായിരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നന്മയാണെന്നും അനുഗ്രഹമാണെന്നും വിടുതലാണെന്നും ഒക്കെ നമുക്ക് ചിന്തിക്കും, പറയുകയും ചെയ്യും. പക്ഷേ ഒടുവിൽ അത് വിനയായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം വേണം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. നമുക്കറിയാം, 1-2 കാര്യങ്ങൾ ചിന്തിച്ച് മുമ്പോട്ട് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കും അറിയാം, നിങ്ങളൊക്കെ ഇത് പഠിച്ചിരിക്കുന്നവരാ. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, വിശേഷിച്ച് 21 ലേഖനങ്ങളിൽ, പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 7 ലേഖനത്തിലൊന്നാണ് തെസ്സലോനിക്ക ലേഖനം. നമുക്കറിയാം, തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. കൊരിന്ത്യർക്ക് 4 ലേഖനം എഴുതി. എന്നാൽ അത് 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ, 2 ഇല്ല. അപ്പോൾ തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-ഉം 2-ഉം ലേഖനം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, ഈ 2 ലേഖനത്തിൽ 2 വിഷയമാണ്. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തിത്വങ്ങൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അപ്പോൾ 2-ാം ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 2-ാം ലേഖനം 2:9 വായിക്കാം. 2-ാം ലേഖനം 2:9. സഹോദരന്മാരെ, 2-ാം ലേഖനം 2:9. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കാം. 2 ലേഖനങ്ങളിൽ 2 പ്രത്യക്ഷത, 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന് തെളിവാണ് ഇപ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. പിശാചിന് അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തുവിന് പല പേരുകളുണ്ട് വേദപുസ്തകത്തിൽ. സ്വഭാവവും സന്ദർഭവും രീതി അനുസരിച്ച് ആ പേരിടുന്നത്. അധർമ്മമൂർത്തി, നാശയോഗൻ, തുമ്പുകെട്ട ഇടയൻ, വരുവാനുള്ള പ്രവചിക്കാനുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് അധർമ്മമൂർത്തി. അപ്പൊ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം, 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ചടിയടാന്ന് വായിക്കണം. 1-ാം ലേഖനമാണ്. 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയും, 5-ാം അധ്യായത്തിന്റെ 23. ക്രമത്തിൽ വായിച്ച 1, 9, 10.
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ഷമീർ മാസ്റ്റർ എനിക്ക് ഇച്ചിരി വെള്ളം തരാം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. എൻ്റെ ദാസനായിട്ട് വെക്കുകയല്ല കേട്ടോ. ഇനി അതെടുത്ത് നാശോപ്മാരുണ്ട്, ആണ്ട് പുള്ളി ഇപ്പം വെള്ളം കൊടുത്തിരിക്കുക, വേറെ പണിയൊന്നും ഇല്ലെന്ന് ഉമ്മാരെല്ലാം പറയും. പുള്ളിക്ക് ഇപ്പം ശുശ്രൂഷ ഒന്നുമില്ല, അന്വേഷിക്കാവാടത്തിന് പുള്ളി വെള്ളം ഊറ്റി കൊടുക്കുക, അയാൾ ഊറ്റി കൊടുക്കുക, മറ്റൊരാൾ നിന്ന് കുടിക്കുക. ഇതിന് അടുത്തതാ. എന്നാലും എന്തായാലും പറയട്ടെ, ഇത് വായിരും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ഞങ്ങൾക്ക് ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങുകയാണേ, അല്ലെങ്കിൽ ഞാൻ താഴെ ഇറങ്ങുന്നത് എല്ലാവർക്കും ഇഷ്ടം. ഒന്ന് വായിച്ചോ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും. തിരുവല്ലാക്കാരൻ തന്നെ വെള്ളം തന്നല്ലോ, പോയിരുന്നു. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിപ്പാനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. ശ്രദ്ധിച്ചേ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്തിനാ അവിടെ കൊടുത്തിരിക്കുന്ന പരാമർശം? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, വരുവാനുള്ള കോപം മഹോദ്രവമാണ്. സഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ല. ഇങ്ങോട്ട് പെണ്ണിട്ട് എതിലേലും പോട്ടെന്നായിരിക്കും. അച്ഛൻ്റെ അഭിപ്രായം എന്നാ? പോകുന്നോ പോകുകയല്ലെന്നോ? പോയാലും വിഷയമില്ല. ദൈവസഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് കൊടുക്കത്തില്ല. അവൻ ശത്രുവന്റെ കയ്യിൽ അമ്മാനമാടുവാൻ ദൈവം കൊടുക്കത്തില്ല. പക്ഷെ സഭ പീഡക്കകത്തൂടെ പോകും. അത് സഭയുടെ ആരംഭം മുതൽ പോകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. മഹോദരവത്തിൽ കൂടി പോകത്തില്ല. ഒരു പഴയ പാട്ട് CPM പാടുന്നൊരു പാട്ടുണ്ട്. എനിക്കൊന്ന് നമ്മുടെ തേവത്തേരി ഇവിടെ ഉണ്ട്, ബിജു തേവത്തേരി. വന്നില്ലെന്ന് തോന്നുന്നു. എന്തി കൊച്ചമ്മ സുഖമായിട്ടിരിക്കുന്നു. പഴയ TPM. അപ്പം എൻ്റെ കൂടെ പാടണേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അവർ വസിച്ചിടും പുതുവാന അതിൻ മഹത്വത്തിൻ പ്രമോദങ്ങൾ അനന്തങ്ങളാം. എൻ്റെ ജനമായുള്ളവരെ നിൻ അറയിൽ പൂക്കതിർ വാതിൽ അടയ്ക്കാം. ക്രോധം കടന്നു പോവോളം തെല്ലിടയിൽ. ക്രോധം കടന്നു പോവോളം തെല്ലിട. ക്രോധം കടന്നു പോകുവോളം. അതെ, വിഷയം അതല്ലല്ലോ. അപ്പോൾ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിക്കുക. ഇനി 2-ാം അധ്യായം 19-ാം വാക്യം 2:19 ചടികടാന്ന് വായിച്ചോണം. 2:19 നമ്മുടെ കർത്താവായ യേശുവിന് മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിലും പറയുക നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം അധ്യായത്തിൽ തെളിയിച്ചു യേശു പ്രത്യക്ഷപ്പെടും. 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട്. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ആഗ്രഹിക്കുന്ന യേശു വരികയും ജീവിച്ചത് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത പദം കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും തെളിയിക്കുക യേശു പ്രത്യക്ഷപ്പെടും. പിന്നെ 16-ാം വാക്യം നമുക്കെല്ലാം മനപ്പാടം. ആ കർത്താവ് താൻ പറയണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4-ാം അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകണേ. ആത്മാവും പ്രാണനും അജേഷ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക,
മോനെ ഞാൻ താഴെ ഇറങ്ങിയത് കൊണ്ടാണോ മൈക്ക് ഇച്ചിരൂടെ ഒന്ന് കൂട്ടിത്തരുകയാണ്. എൻ്റെ ആശാരിയുടെ പണിക്കുറ്റവും തടിയുടെ വളവും എന്ന് പറഞ്ഞ പോലെ എൻ്റെ തൊണ്ടേ അത്ര നല്ലതല്ല. അപ്പൊ ശ്രദ്ധിക്കുക. നീ ഇത്ര ദൈവത്തിന്റെ മകത്ത് അപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഒന്നാം ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിന്റെ വാക്യം രണ്ടാം ലേഖനം 2:9. ഒന്നാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത തെളിവാണ് 5 വാക്യം 5 ഭാഗത്ത്. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് 5-ാം അധ്യായത്തിന്റെ 23. ഈ വാക്യത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന വിശേഷത യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അത് 1-ാം അധ്യായത്തിൽ പിറകെ യേശുവിന്റെ പ്രത്യക്ഷത. എന്താ പ്രത്യക്ഷതയുടെ വിശേഷത? 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം? ഇവിടെ പൗലോസ് തെസ്സലോനിക്കരോട് ചോദിക്കുക, അയ്യോ തെസ്സലോനിക്കരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണ് പ്രവേശനം സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാണ്? അതിന് പുറകോട്ടിറങ്ങി നിങ്ങൾക്ക് വചനം അറിയാം, ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്കറിയാം പൗലോസിന്റെ മിഷനറി യാത്രയിലെ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഈ പരിശുദ്ധാത്മാവ് ആരംഭ സമയത്തൊക്കെ വിലക്കുകയും അയക്കുകയും നിയോഗിക്കുകയും ആക്കുകയും വിടുകയും വരുത്തുകയൊക്കെ ചെയ്യുന്നത്. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, അല്ല പിണങ്ങിയാലും ഒന്നുമില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവൊന്നുമല്ല, കമ്മിറ്റിയാ തീരുമാനിക്കുന്നത് ആര് പ്രസംഗിക്കണം, എന്തോ പ്രസംഗിക്കണം, എന്നാ പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കണം. ഇപ്പൊ പിന്നെ എല്ലാവർക്കും അങ്ങ് തീമാ. കൺവെൻഷനൊക്കെ തീം കൊടുക്കുക. തീം കൊടുത്തേച്ചെല്ലാം വാശി പ്രസംഗമാണ്. ഉടനെ നമ്മളെല്ലാം മാർക്കെടുക്കാം. മിനിഞ്ഞാന്തതായിരുന്നു കുറച്ചുകൂടെ. ഇന്നലത്തതോ വലിയ തരക്കേടില്ല. വലിയ വലിയ കൺവെൻഷനുകളിലൊക്കെ കേൾക്കുന്നു. കാശുമൊക്കെ കൊടുത്ത പ്രസംഗത്തിന് സ്റ്റേജ് ഞാൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. കാശുമൊക്കെ കൊണ്ട് നിങ്ങൾ കാശ് കൊടുത്താൽ മതി, ചുമ്മാ പ്രസംഗം. കാശുണ്ടോ? എന്നാ പറയുന്നൊന്നും അവർക്ക് വിഷയം. അവരിത് ശ്രദ്ധിക്കുന്നില്ല. പ്രസംഗം നടക്കുമ്പോൾ അവർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ പ്രസംഗം നടക്കുമ്പോൾ ഇവര് വേറെ പരിപാടിയാ. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. നാളെ ഒരാൾ പറഞ്ഞു കാശ് വീശാങ്കിൽ സ്റ്റേജ്. നിങ്ങളെല്ലാം എന്നെ ഞാൻ തുറച്ചു നോക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഒക്കലോകമായിലെ അന്ത്യം വരെ താമസിക്കാൻ വന്നതല്ല. 1-2 മീറ്റിംഗ് ഉണ്ട്. കർത്താവിനെ ഏൽപ്പിച്ച കാര്യം ചെയ്തു വെച്ചു ഞാനങ്ങ് പോവും, ദൈവം അനുവദിച്ചാല്. ഒരു കാര്യം പറയും, ഇതൊത്ത് പറയാതിരിക്കത്തില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവല്ല പലതും നിയന്ത്രിക്കുന്നത്. എല്ലാ സഭയിലും അല്ലെങ്കിലും മിക്ക സഭയിലും അഭിഷേകമില്ലാത്തവനാ കമ്മിറ്റിയിലെ. ഇവൻ കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ആരാധിക്കുകയല്ല, സ്വോത്രം പറയുകയല്ല. പിന്നെ ഇടയ്ക്കിരുന്ന് ഇല്ല പഴയ ശീമാട്ടിലെ ജൗളിക്കടലെ ബൊമ്മ ഇരിക്കും പോലെ തലയൊന്ന്. ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് നടത്തണം, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നാം ഇങ്ങനെ വായിക്കുന്നു, ആത്മാവ് അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവൻ മക്കതോനിക്കാരൻ പുരുഷന്റെ ദർശനം, അതും ഇതൊക്കെ ആത്മാവിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊണ്ടായിരിക്കണം. ഒരു സ്ഥലത്ത് പോകുന്നെങ്കിൽ, വരുന്നെങ്കിൽ, അവൻ യാത്ര ചെയ്യുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ശുശ്രൂഷിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊണ്ടായിരിക്കണം. ദൈവമാ നിന്നെ അയച്ചെങ്കിൽ വിശേഷതയാ. നമ്മൾ യോഹന്നാൻ സ്നാപകനെ പറ്റി വായിക്കുന്ന, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നെന്ന. ദൈവം അയച്ചു. എന്തുവാ ദൈവം അയച്ചതിന്റെ വിശേഷത? നിങ്ങൾ വണങ്ങും എന്നാൽ എനിക്കിതൊന്നും വിഷയമല്ല. ദൈവം അയച്ചതിന്റെ വിശേഷത തെറ്റിദ്ധരിക്കരുത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവി നിറഞ്ഞു. നമ്മൾ വെളി വന്നിട്ട് 50 കൊല്ലമായി ഇന്ന് വരെ ഒരാൾ പറഞ്ഞു ഞാൻ USA വന്നിട്ട് 50 നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. നിങ്ങൾ ആദ്യം വന്നുകൊണ്ട് മറ്റവരെ എല്ലാവരും കൊണ്ടുവന്നല്ലോ, എല്ലാവരും രക്ഷപ്പെട്ടില്ലേ, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ആത്മാവിലാകുന്നുണ്ടോ? എല്ലാവരും ആത്മാവിലാകുമ്പോൾ നീ രാമൻ കാക്കിയിരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. മനുഷ്യന്റെ വിശേഷത ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവ് നിറഞ്ഞവനാ. ഇനി വൈദ്യുതിനകത്ത് വെച്ച് ഒന്ന് നിറഞ്ഞു പിന്നെ ആയുഷ് നിറയാതിരുന്നല്ല, പുറത്തോട്ടിറങ്ങി വരുമ്പോഴും ആത്മാവി നിറയുക. പൈതൽ വളർന്നു. ഇതാ
ദൈവം അയച്ചവന്റെ ക്വാളിറ്റി. മാത്രമല്ല ഹെരോദാവിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. സ്തോത്രം. പുള്ളി വിറച്ചു പോയി. അറിയാവല്ലോ ഭാഗം. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ളവനാകൊണ്ട് പുള്ളിക്ക് പൊസിഷൻ ഉണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യോഹന്നാനെ പേടിയായിരുന്നു. ആള് മിടുക്കനാ, പക്ഷെ യോഹന്നാൻ സ്നാപകനെ പേടിയാ. ദൈവത്തിന് മഹത്വം. ദൈവം വഹിച്ചതിന്റെ വിശേഷതയാണ് ദൈവത്തിന് മഹത്വം. അങ്ങനെ ഒത്തിരി വിശേഷത നമുക്കറിയാം. മാത്രമല്ല എല്ലാറ്റിലും ഉപരി യോഹന്നാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18 വായിച്ചു. സന്ദർഭം വന്നുകൊണ്ട് അറിയുന്ന വാക്യമാണ്, എന്നാലും ഒന്ന് വായിച്ചു. ലൂക്കോസ് 3:18 യോഹന്നാന്റെ ദൈവം വഹിച്ചവന്റെ വിശേഷത ഒന്ന് വായിച്ചേ. അന്ത്രയോസ് ഫിലിപ്പോസ് 3:18 ആണോ? ഇത് കുത്തിയിരുന്ന് വായിക്കുന്നു. അതാ വാക്യം. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചതുകൊണ്ട്. ഇനി മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചോ ബീച്ച. മറ്റു പലതും ഇങ്ങനെയാണോ മൈക്കിൽ കൂടെ വായിക്കുന്നത്? മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട്, മറ്റു പലതും പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ദൈവം അയച്ചവന്റെ വിശേഷത അവൻ സുവിശേഷം അറിയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം അയക്കുന്നതിന്റെ വിശേഷത ഇടംവലം നോക്കുകയല്ല. അവൻ ആരൊക്കെ ഉണ്ടെന്ന് അവന് വിഷയമല്ല. രാജാവുണ്ടോ, അധികാരിയുണ്ടോ, മന്ത്രിയുണ്ടോ, തന്ത്രിയുണ്ടോ, ഉന്നതനുണ്ടോ, ഇതൊന്നും വിഷയമല്ല. ദൈവം അയച്ചവൻ ഏത് രംഗത്തിലും ആരോട് സുവിശേഷം അറിയിക്കും. ദൈവത്തിന് മഹത്വം. അതിനാരെയും കൂസത്തില്ല. അതാ ദൈവം അയച്ചവൻ. അവിടെ നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇവരെ അയച്ചു. ഇവിടെ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ ഇവര് തുറവാസി കൂടെ വന്ന് ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ മക്കതോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്നു. ഉടനെ മക്കതോന്യയുടെ ഒരു ഭാഗത്തേക്ക് പോയി രാവിലെ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോൾ പുഴവക്കത്ത് സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടു. സുവിശേഷം അറിയിച്ചു. എന്തിനേറെ രക്താംബരം വിൽക്കുന്ന സഹോദരിയും കുടുംബവും രക്ഷാതരണയം പ്രാപിച്ചു. പിന്നീട് വെളിച്ചപ്പാടത്തേക്കാരുടെ ഭൂതം പോയി, യജമാനന്മാരുടെ ലാഭം പോയി, പ്രശ്നങ്ങൾ രൂക്ഷമായി. ദൈവദാസന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ച് കാരാഗ്രഹത്തിലിട്ടെങ്കിലും തളർന്നു പോകില്ല. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ അന്ന് രാത്രി കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് നേരെ അവിടുന്ന് യാത്ര ചെയ്ത് തെസ്സലോനിക്കയിലെത്തി. ഇനി വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അറിവുള്ള വാക്യമാ, വായിച്ചേ. അവൻ അംബിപ്പൊലീസ് അതൊരു പ്രത്യേക പോലീസാ. വായിച്ചു. അപ്പല്ലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അപ്പൊ ഇവര് തെസ്സലോനിക്കയിലെത്തി. പിന്നെ യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ താഴോട്ട് വായിപ്പിക്കുന്നില്ല, സമയം ഭയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ പൗലോസ് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി കണ്ടു. 1-ാം അധ്യായത്തിൽ ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചു? വന്ന വഴിയായി പറയുന്നത്. ഇവര് തെസ്സലോനിക്കയിലെത്തി. യഹൂദന്മാരുടെ പള്ളി കണ്ട, പള്ളിയിൽ പ്രസംഗിച്ചു. 3 ശബത്തിൽ തിരുവെടുത്തുകളെ ആധാരമാക്കി പൗലോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ വായിക്കുന്നു. രക്ഷാതരണയം പ്രാപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട 1-ാം അധ്യായത്തിന്റെ 9 പൗലോസ് ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം? അതിങ്ങനാ വന്നത്. ഒരു സഭ തുടങ്ങാൻ എന്ത് ബത്തപ്പാടാണെന്നറിയാമോ? സഭയിൽ നിന്ന് ആൾക്കാരെ കളയാൻ ഒരു ബത്തപ്പാട്. ചില ചുമ്മാ ഇരുന്നങ്ങ് മുടക്കത്ത് കൊടുക്കുക. ചുമ്മാ ഇരുന്നങ്ങ് മുടക്ക്. ആത്മാക്കളെ നേടിയവരോട് ചോദിക്കണം ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന്. കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കയറി ഇറങ്ങി ആക്ഷേപവും നിന്നും ഒക്കെ കേട്ട് ഒരു വ്യക്തിയെ നേടാൻ മുടക്കുന്നവന് വലിയ എളുപ്പമാണ്. അവനും അടിയന്തര കമ്മിറ്റിയും കൂടെ കൂടി വെച്ച് അങ്ങ് ഉമ്മായിരുന്നു എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. ആത്മാക്കളെ നേടുന്നവരോട് ചോദിക്കണം ബുദ്ധിമുട്ടുണ്ടോ എന്ന്. എല്ലാവരും അങ്ങ് മുടക്കുക. നമ്മുടെ സാവുചാൻ എന്ത് ചെയ്യും? സാവുചാൻ വെളിയിലാണോ അകത്താണോ? എവിടെ മല എവിടെ? പുള്ളിയുടെ ഫാദർ കറിയാച്ചായന്, അമ്മ അന്നാ കൊച്ചമ്മ നല്ല തറവുള്ളൊരു സ്ത്രീയായിരുന്നു. വീട്ടുകാരുമൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമാണ്. പുള്ളിയുടെ അമ്മയുടെ ചേട്ടത്തിയാ കുന്നുപറമ്പിലെ തങ്കമ്മാമ്മ. അവരെല്ലാവരും വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഈ കറിയാച്ചാൻ ഇദ്ദേഹത്തിൻ്റെ ഫാദർ താമരപ്പള്ളിയിലെ മുതലാളിയുടെ ഒക്കെ കൂടെ വളരെ ഉത്സാഹത്തോടെ നിന്നയാളാണ്. നല്ല തുറവുള്ള ആളാണ്. കൊച്ചമ്മ അതുപോലെ തന്നെ. അപ്പം കനാനായ സമുദായത്തിൽ നിന്ന് പുള്ളി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നു. ദൈവകൃപയെ വന്നപ്പോൾ അന്നത്തെ സഭയുടെ മേലധ്യക്ഷൻ
പുള്ളിയുടെ ഫാദറിനെ കറിയാച്ചാനെ വിളിച്ചു കാര്യമൊക്കെ പറഞ്ഞു, നീ ബന്ധുക്കോസിലല്ലയോ? ആ, ഞാൻ ബന്ധുക്കോസിലാന്ന് പറഞ്ഞു. അവളാണ് നിന്നെ കൊണ്ടുപോയത്, എന്നാ കൊച്ചമ്മയാണ് കൊണ്ടുപോയെന്ന്. പുള്ളി അവളല്ല, ഞാനങ്ങ് പോയതാന്ന് പറഞ്ഞു. ആ സഭ ശപിക്കുന്നു, ഞാൻ തന്നെ പറഞ്ഞു. ചപിക്കുക, ഞാൻ പോവാന്ന് പറഞ്ഞു. അറിയാച്ചന് ദോഷം വല്ലതും വന്നോ? സന്തതിക്ക് ദോഷം വല്ലതും വന്നോ? അതേ തന്നെ അനിയൻ ആ പാസ്റ്റർ വി എ തമ്പിയുടെ മോളെ കെട്ടിയേക്കുന്നത്. കുടുംബത്തിനൊന്നും ദോഷം വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. കാരണം കൂടാതെ ഒരു ശാപവും ഏൽക്കുകയല്ല. എന്നാൽ കാരണം ഉണ്ടെങ്കിൽ ഇന്ന് ബഹുമാന്യരെ കാര്യം പറയാ, ദൈവം പൗലോസ് ഇവിടെ ഇവരുടെ വിശ്വാസം 8-ാം വാക്യം ചടികടാന്ന് വായിക്കണേ, ബീച്ച പെട്ടെന്ന് വായിക്കണേ. 1:8 തെസ്സലോനിക്ക സഭയുടെ വിശേഷത 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. വായിച്ചേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും ഇവരുടെ വിശ്വാസം സഹോദരി സഹോദരന്മാരെ കുടുംബത്തിലോ അവ സഭയുടെ പൊസിഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പരമേൽപ്പിച്ച വിശ്വാസം ഇതെല്ലായിടത്തും പ്രസിദ്ധമാകണം. ആഴ്ചയിലാഴ്ച മാറ്റുന്ന വിശ്വാസമല്ല, ആണ്ടോടാണ്ടൊക്കെ വ്യത്യാസപ്പെടുത്തുന്ന വിശ്വാസമല്ല, ഒരിക്കലായി പരമേൽപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. വിവരിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ വിശേഷത 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. തെസ്സലോനിക്കരുടെ ഓടിച്ചു പറയാം. 2, ഇവരുടെ വിശേഷത ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. 1:7 അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായി തീർന്നു. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. അത് ഇച്ചിരി മാതൃകാ വിശ്വാസികൾ. അതിന് വില കൊടുക്കണം, ബുദ്ധിമുട്ടാണ്. മറ്റേത് പറഞ്ഞാൽ മതി. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസത്തിന്റെ നിർവചനം? നാം ഇങ്ങനെ ഇരിക്കണം, എങ്ങനെ, അതൊക്കെ എല്ലാവർക്കും പറയാം, പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ. പക്ഷേ മാതൃക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവരുടെ വിശേഷത ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. എന്താ ഇവരുടെ മാതൃക? ഞാനൊരു 9 കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയുന്നില്ല, 2 കാര്യം പറയാം, നേരമില്ലല്ലോ. ഇവരുടെ മാതൃക, ഒന്നാമത്തെ മാതൃക നാം വായിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ആ 6-ാം വാക്യം വായിച്ച് 1-ന്റെ വിശ്വാസികളുടെ കഷ്ടം സഹിക്കേണ്ടി വരും. ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കാണുമായിരിക്കാം, ശാരീരിക പ്രയാസമുള്ളവർ കാണും, രോഗപീഠകൾ വലയുന്നവർ കാണും, കുഞ്ഞുങ്ങളുടെ വിഷയമോർത്ത് ഞരങ്ങുന്നവർ കാണും, ജോലി സംബന്ധമായി പ്രശ്നമുള്ളവർ കാണും, കുടുംബത്തിൽ പ്രശ്നമുള്ളവർ കാണും, കുടുംബജീവിതത്തിൽ വൈതരണികളുള്ളവർ കാണും, സഭയ്ക്കകത്ത് നിന്ന് പുറത്തു നിന്നൊക്കെ പലവിധമാകുന്ന പ്രശ്നം, പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതുമായ നിരവധി കഷ്ടങ്ങളിൽ കൂടി പോകുന്നവര് ഇന്ന് രാത്രി എന്നെ കേൾക്കി ഇതിനകത്തും കാണും, ദൂരം കാണും. പക്ഷെ ഒരു കാര്യം ബഹുമാന്യരെ നിങ്ങളോട് പറയാ, കഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ
തിരുവചനമാ. ഇത് ഉലകിലേക്ക് ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ. ഇത് തേനിൽ നിന്നും കിട്ടെങ്കിൽ മധുരമുള്ള ദൈവത്തിന്റെ വചനമാ. ഇത് പ്രാണനെ തണുപ്പിക്കുന്ന വചനമാ. ഇത് കാലിന് ദീപവും പാറയ്ക്ക് പ്രകാശമാകുന്ന വചനമാ. ഇത് ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന തിരുവചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇരമ്യാവിൽ വായിക്കുന്നത് അവൻ യഹോവയുടെ വചനം പാറകൾ തകർക്കുന്ന ചുറ്റുകയും ഇത് തീ പോലെ പുറപ്പെടുന്ന വചനമാ. യെശയ്യാ പ്രവാചകൻ പറയുക, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എണ്ണിക്കട വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് രാത്രി വചനം വിശ്വസിക്ക്. അതിവേഗത്തിലോടുന്ന വചനം. അവൻ 107 സങ്കീർത്തനം 20 അവനവന്റെ വചനം അയച്ച് അവരെ ഇന്ന് രാത്രി ആര് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും? ഇത് സന്തോഷത്തോടെ കൈക്കൊള്ളണം വചനം. ചിലര് ഇരുന്ന് കേൾക്കുന്ന കാണുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന പോയിന്റും കൂടെ മറന്നു പോവുക. ആ തൂങ്ങിച്ചത്ത പോലുള്ള ഇരിപ്പ് അവിടെ ഏറ്റു. ദൈവത്തിന് മകത് ഉണ്ടമ്മാമി ഒത്തിരി ഉണ്ട്. ഇടി ദൈവവചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വേണ്ടേ? ഇത് അതിവേഗത്തിൽ സന്ധിമഞ്ചകളെ വേറെ ഞാൻ എന്റെ ഭാഷ പറയാ, അസ്ഥിക്കകത്ത് രക്തത്തിനകത്ത് ഉരുക്കി മാറ്റ ഇന്ന് രാത്രി വന്നത് വെറുതെ വന്ന് തിരിച്ചു ശിരസ് മുതൽ വാനം വരെ ദൈവശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഈ വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇല്ലാത്തതിനെ ഉളവാക്കുന്നത് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി നാം ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഇത് ചെല്ലേണ്ടടുത്ത് ചെല്ലുമെന്ന്. നിന്റെ തലമുറയായിരിക്കുന്നിടത്ത് വചനം അതിവേഗത്തിൽ ഓടിച്ചെല്ല്. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ദൈവത്തിന്റെ വചനം ചെല്ലും. നിന്റെ ഓഫീസിൽ ചെന്ന് ഈ വചനം ക്രിയ ചെയ്യും. നീ ആയിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. വെറുതെ വന്നേച്ച് പോകരുത്, വെറുതെ വന്നേച്ച് പോകരുത്. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി കുടുംബമണ്ഡലങ്ങൾ തലമുറകളെ ദൈവത്തിന് ശക്തി. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവശക്തി, ദൈവത്തിന്റെ കൃപ, ദൈവകൃപ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി ഉടമന ദുരിപിക ബലപടബല ദിരിപിക ബലപടബല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. ശക്തികളുടെ മേൽ ഈ രാത്രി ജയം. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം രാത്രി ശക്തി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും. നിന്മധുരാമൃത വചനം കിന്നത ഓ നിന്മധുരാമൃത വചനം കിന്നത ഇനിയിപ്പോ